ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. വിങ്സ് ആൻഡ് വുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേലിത്തത്തകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെയാണ്. 4 വിഭാഗത്തിൽപ്പെട്ട വേലിത്തത്തകളാണുള്ളത്. ഒന്നാമത്തേത് നാട്ടുവേലിത്തത്ത, സ്മോൾ ഗ്രീൻ ബി ഈറ്റർ. രണ്ടാമത്തേത് വലിയ വേലിത്തത്ത, ബ്ലൂ ടെയിൽഡ് ബി ഈറ്റർ. മൂന്നാമത്തേത് ചെന്തലയൻ വേലിത്തത്ത അഥവാ ചെസ്റ്റ്നട്ട് ഹെഡഡ് ബി ഈറ്റർ. നാലാമത്തേത് കാട്ടുവേലിത്തത്ത, ബ്ലൂ ബിയർഡഡ് ബി ഈറ്റർ. ഇങ്ങനെ 4 തരം വേലിത്തത്തകളാണുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്തലയൻ വേലിത്തത്തയാണ് അഥവാ ചെസ്റ്റ്നട്ട് ഹെഡഡ് ബി ഈറ്റർ. നമ്മുടെ നാട്ടിൽ സാധാരണയെ കണ്ടുവരുന്ന ബുൾബുൾ പക്ഷികളുടെ അത്രയുമൊക്കെ വലിപ്പമേ ഈ വേലിത്തത്തകൾക്കുള്ളൂ. വേലിത്തത്തകൾക്കെല്ലാം തന്നെ നല്ല പച്ച നിറമാണ്. അവയുടെ തലയുടെയും കഴുത്തിൻ്റെയും ഭാഗങ്ങളിൽ വരുന്ന നിറവ്യത്യാസങ്ങളാണ് മറ്റ് ഓരോ പക്ഷികളെയും വ്യത്യസ്തരാക്കുന്നത്. പൊതുവെ ഈ പക്ഷികളെല്ലാം തന്നെ കാഴ്ചയ്ക്ക് അതിഭംഗിയുള്ളവ തന്നെയാണ്. ദക്ഷിണേന്ത്യൻ കാടുകളിൽ സാധാരണയെ കണ്ടുവരുന്ന ചെന്തലയൻ വേലിത്തത്തകളെ മഴക്കാലമായാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും എന്തിന് നഗരങ്ങളിൽ വരെ കാണുവാൻ കഴിയാറുണ്ട്. ചെന്തലയൻ വേലിത്തത്തകളെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഇതാണ് നാട്ടുവേലിത്തത്തകൾ അഥവാ ഏഷ്യൻ ഗ്രീൻ ബി ഈറ്റർ അല്ലെങ്കിൽ സ്മോൾ ഗ്രീൻ ബീറ്റർ എന്നറിയപ്പെടുന്നു. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി ഈ വേലിത്തത്തകളെ കണ്ടുവരാറുണ്ട്. വാഴത്തോപ്പുകൾ, തുറസായ സ്ഥലങ്ങൾ, വയലേലകൾ എന്നിവിടങ്ങളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികളിലും അധികം പൊക്കമില്ലാത്ത മരങ്ങളുടെ കമ്പുകളിലും മറ്റും ഇവയെ കാണാൻ കഴിയാറുണ്ട്. നാട്ടുവേലിത്തത്തയ്ക്ക് ഏതാണ്ട് അങ്ങാടിക്കുരുവിയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. മറ്റു വേലിത്തത്തകളെ പോലെ തന്നെ ആകെ പച്ച നിറമാണെങ്കിലും ഇവയ്ക്ക് നെറ്റി മുതൽ ചുമൽ വരെ ഉള്ള ഭാഗം ചുവപ്പും താടിയും തൊണ്ടയും നീല നിറവും തൊണ്ടയ്ക്ക് താഴെ മാല പോലുള്ള ഒരു കറുത്ത വരയും കാണാം. മറ്റ് വേലിത്തത്തകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ നിറങ്ങളാണ്. പിന്നെ അവയുടെ വലിപ്പവും. നാട്ടുവേലിത്തത്തയുടെയും അതുപോലെ വലിയ വേലിത്തത്തയുടെയും വാലിന് അഗ്രഭാഗത്ത് നീളത്തിൽ 2 സൂചി പോലെ നീണ്ടു നിൽക്കുന്ന 2 തൂവലുകളുണ്ട്. എന്നാൽ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ തൂവലുകൾ കാണാറില്ല. മാത്രമല്ല വർഷത്തിലൊരിക്കൽ ഇവ കൊഴിഞ്ഞു പോവുകയും വീണ്ടും വരികയും ചെയ്യും. ഇതാണ് വലിയ വേലിത്തത്ത അഥവാ ബ്ലൂ ടെയിൽഡ് ബി ഈറ്റർ. ദേശാടകരായ ഈ പക്ഷികളെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ്. ഇതാണ് ബ്ലൂ ബിയർഡഡ് ബി ഈറ്റർ അഥവാ കാട്ടുവേലിത്തത്ത. മൈനയുടെ അത്രയും വലിപ്പമുള്ള ഈ സുന്ദരനായ പക്ഷിയെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് സാധാരണയായി കണ്ടുവരിക. മറ്റു വേലിത്തത്തകളെ പോലെ തന്നെ ശരീരം മുഴുവൻ പ്രധാനമായും പച്ച നിറമാണ്. മുൻതലയും തൊണ്ട മുതൽ മാർ വരെയുള്ള ഭാഗത്ത് തിളക്കമുള്ള നീല നിറം കാണപ്പെടുന്നു. തൊണ്ടയിലെ നീണ്ട നീല തൂവലുകൾ താടി പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇവയെ ബ്ലൂ ബിയർഡഡ് അഥവാ നീലത്താടിയുള്ള ബി ഈറ്റർ എന്ന പേര് ലഭിച്ചത്. ഈ കാട്ടുവേലിത്തത്തയെ കണ്ടെത്തിയത് മലയാറ്റൂർ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ്. എല്ലാ വേലിത്തത്തകളെ പോലെ മൺതിട്ടകൾ തുരന്ന് അവയിൽ കൂടുണ്ടാക്കിയാണ് മുട്ടകളിടുന്നത്. ഇളക്കമുള്ള മണ്ണാണെങ്കിൽ 10 അടിയോളം അവ തുരന്ന് മാളങ്ങളുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. സാധാരണ 1 അടിയോ 2 അടിയോ നീളത്തിലാണ് തുരക്കുക. ഈ കാട്ടുവേലിത്തത്ത കൂട്ടിലുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരവുമായി വന്ന് കൊമ്പിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവയ്ക്ക് കിട്ടിയ ചെറു പ്രാണികളെ മരക്കൊമ്പുകളിൽ അടിച്ചു കൊന്ന ശേഷം അടിച്ച് വീണ്ടും അതിനെ പദം വരുത്തി കുഞ്ഞുങ്ങളുടെ ഇളം കൊക്കുകളിൽ വച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ കാട്ടുവേലിത്തത്തയുടെ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് പുറത്തേക്ക് വരുന്നത് കാണുവാൻ പല പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കാട്ടുവേലിത്തത്തയുടെ കൂട് മറ്റേതോ ജന്തുക്കൾ കയ്യേറി നശിപ്പിക്കുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുകയും ചെയ്തു. പ്രകൃതിയുടെ ഈ ആകാര ശൃംഖല എത്ര വിചിത്രമാണെന്ന് എനിക്ക് തോന്നി.
ജീവിക്കാനുള്ള ആഗ്രഹത്തോടെയും അവകാശത്തോടെയും ജനിച്ചു വീഴുന്ന ഓരോ ജന്തുക്കളും ഇരകളാക്കപ്പെടുന്നു. വല്ലാത്തൊരു ദുഃഖകരമായ അവസ്ഥയാണല്ലോ എന്നെനിക്ക് തോന്നി. വീണ്ടും ഞാൻ ഈ കൂടിനടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞും തള്ളയും നഷ്ടപ്പെട്ട ഒരു ഇണക്കിളി അവിടെ കമ്പിൽ വന്നിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.